സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് വാർഷികാഘോഷ പരിപാടികൾ നടക്കുകയായിരുന്നു. വൈകിട്ട് 5 മണിയോടെ സ്കൂളിന് പുറത്തുനിന്നുള്ള 2 പേർ അകത്ത് പ്രവേശിച്ചതോടെയാണ് പരിപാടി അലങ്കോലമായത്. സെക്യൂരിറ്റിയും അധ്യാപകരും ചേർന്ന് ഇരുവരോടും പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല. ഇതോടെ വാക്കുതർക്കം കയ്യാങ്കളിയായി. PTA പ്രസിഡന്റ് വിജയൻ, സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രൻ, ഓഫീസ് പ്രതിനിധി സഞ്ജു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. 3 പേരും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയാണെന്നും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഹരി വിതരണം ചെയ്യുന്നതായി സംശയമുണ്ടെന്നും PTA പ്രസിഡന്റ് വിജയൻ പറഞ്ഞു. ഇവർ രാവിലെ മുഴിച്ചുകൊണ്ട് പല സമയങ്ങളിലായിട്ട് വന്നുകൊണ്ട് കുട്ടികൾക്ക് പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ 3-4 കുട്ടികളെ ഞങ്ങൾ നിരീക്ഷണത്തിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കുട്ടികളൊക്കെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ വീണ്ടും വൈകുന്നേരം വന്ന് കുറേ മദ്യവും ഡ്രഗ്സൊക്കെ അടിച്ച് ഫുൾ ഡൗൺ ആണ് അവർ. സെക്യൂരിറ്റി പറഞ്ഞ് കയറാൻ പറ്റില്ല. ഹോളിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറാൻ നോക്കി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ വന്നതിന് ശേഷം. അപ്പോൾ ഹോളിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നപ്പോൾ ഇങ്ങനെ അടിച്ചു വിട്ടു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഓടിയെത്തുന്നു പിടിക്കുമ്പോൾ ഞങ്ങൾ അടിച്ചു. സംഗതി വഷളായതോടെ കസബ പോലീസ് സ്കൂളിലെത്തി. ചുറ്റും പോലീസ് നിൽക്കെ അധ്യാപകർക്ക് നേരെ തെറിപ്രയോഗം. തീർക്കുമെന്ന് ഭീഷണി. അനുവാദമില്ലാതെ സ്കൂളിൽ പ്രവേശിച്ച ഇരുവരെയും കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മർദ്ദനമേറ്റ ജീവനക്കാർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.